വളരെ എളുപ്പത്തിൽ എങ്ങനെ ഹോം മെയ്ഡ് ഗീ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് വളരെ സിമ്പിളാണ്. ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2-3 ആഴ്ചയായിട്ട് എയർ ടൈറ്റുള്ളൊരു കണ്ടെയ്നറിൽ കുറച്ച് പാലിൻ്റെ പാട കളക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ എത്രയാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു പാലിൻ്റെ പാട മൊത്തമായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം അതിലേക്ക് കുറച്ച് തൈര് കൂടെ മിക്സ് ചെയ്തിട്ട് അതൊന്നിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഓവർനൈറ്റ് അത് അടച്ചു വയ്ക്കാം. അപ്പോൾ പാലിൻ്റെ പാട കിട്ടാനുള്ള എളുപ്പ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്കോ അല്ലെങ്കിൽ നാടൻ പാലോ ആണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പാട കിട്ടും. അല്ലാതെ നമ്മൾ ചായക്കൊക്കെ വെക്കുന്ന മിൽമ പാൽ പോലുള്ളാണെങ്കിൽ പാട കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ തിളപ്പിച്ച പാല് തണിഞ്ഞ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കുമ്പോൾ നല്ല കട്ടിയുള്ള ലെയറായിട്ട് പാട അതിൻ്റെ മുകളിൽ കാണാൻ പറ്റും. അത് ഡെയിലി കളക്ട് ചെയ്തിട്ട് ഒരു എയർ ടൈറ്റായ കണ്ടെയ്നറിൽ വെച്ചാൽ ഒരു 2-3 ആഴ്ച കൊണ്ട് കുറച്ച് എമൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഇനിയുള്ള ശരിക്കും പണി തുടങ്ങുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ എത്രയും നേരത്തെ ഇത് ചെയ്താൽ അത്രയും നല്ലത്. ഒരു തണുത്ത ക്ലൈമറ്റിൽ തന്നെ ഇത് ചെയ്ത് വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ തലേന്ന് രാത്രി റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പാടയും തൈരും കൂടിയിട്ടുള്ള ഒരു മിക്സ്ചർ അത് കുറച്ചായി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് തണുത്ത വെള്ളം നിർബന്ധമാണ്. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് മിക്സി ഓൺ ചെയ്തിട്ട് ഫുൾ സ്പീഡിൽ അടിക്കുക. ഒരു 12-13 സെക്കൻഡൊക്കെ ആകുമ്പോൾ തന്നെ മിക്സിയുടെ സൗണ്ട് മാറി തുടങ്ങും. ആ സമയത്ത് അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ നല്ല വെണ്ണ പോലെ അതിങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ ആ വെണ്ണ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബൗളിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കളക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു പാടയുടെ മിശ്രിതം എത്രയുണ്ടോ അത് മൊത്തമായിട്ട് ഇതേ പ്രോസസ്സിൽ ചെയ്തെടുക്കുക. എല്ലാം കൂടി ഒരു ബൗളിൽ തണുത്ത വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 തവണ വാഷ് ചെയ്തിട്ട് ആ ഒരു തൈരിൻ്റെ അംശം മൊത്തം ഈ ഒരു വെണ്ണയിൽ നിന്ന് കളയുക. ഇത്രയും ആയാൽ നമ്മുടെ 1/4 ഭാഗം പണിയും കഴിഞ്ഞു. ഇനി നമുക്ക് അത്യാവശ്യം വേണ്ടുന്നത് ക്ഷമയാണ്. ഇനി ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ട് അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ആ വെണ്ണയെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിനെ കൈ വിടാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ തവി, സ്പാച്ചുല പല പേരും ഉണ്ടെങ്കിലും ഞങ്ങളുടെ പയ്യന്നൂരിൽ ഇതിനെ കയ്യിൽ എന്ന് പറയുന്നത് കൊണ്ട് എൻ്റെ വായിൽ അത് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു കയ്യിലെടുത്തിട്ട് അതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈ വിടാതെ അതിനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല ക്ഷമയുള്ള ഒരാൾ ഈ പണി ഏറ്റെടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഈ ഒരു വെണ്ണയെ അത് വെണ്ണയായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വെണ്ണയായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. അല്ല മൊത്തം നിങ്ങൾ നെയ്യ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തമായിട്ടും ഈ പാത്രത്തിലിട്ട് അതിനെ ഉരുക്കി നെയ്യാക്കി മാറ്റാം. അപ്പോൾ കൈ വിടാതെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളർ മാറും. നമ്മൾ അഥവാ അതിൻ്റെ അടുത്തുനിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൈ വിടാതെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. നമ്മൾ ഇളക്കി ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് ഒരു നുള്ള് ഏലക്കാപ്പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇത് രണ്ടും ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്കിത് ചേർത്തത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും വരാനില്ല. കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് വേറെ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. അതുകൂടെ മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കാണുന്ന ഒരു പത ഒന്ന് കുറഞ്ഞു വരും. ആ ഒരു സമയത്ത് നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിതിനെ തണിയാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നിങ്ങൾക്കിതിനെ അരിച്ചെടുത്തിട്ട് ഒരു കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിൻ്റെ നിറം ഏകദേശം ഒരു കാച്ചി എണ്ണയുടെ ഒക്കെ നിറമായിരിക്കും. ഒരു ഡാർക്ക് കളറായിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ ഇതിൻ്റെ നിറം മാറിയിട്ട് ഒരു മഞ്ഞ നിറത്തിലേക്ക് ഇത് മാറി വരും. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. വളരെ സിമ്പിളാണ്. നമുക്ക് ഒരു 2-3 ആഴ്ച കൂടുമ്പോൾ ഒരു അരമണിക്കൂർ മാറ്റി വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും.